വ്യാജ വാർത്തകൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു പ്രധാന ആയുധമാണ്. ഈ വ്യാജ വാർത്തകളുടെ എല്ലാം പൊതു സ്വഭാവം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവയെല്ലാം സംസ്ഥാന സർക്കാരിനെയും ഇടതുമുന്നണിയെയും ലക്ഷ്യമിട്ടുള്ളതായിരിക്കും. അത്തരത്തിൽ ഒരു വ്യാജ വാർത്ത കഴിഞ്ഞ ദിവസത്തെ 7-ാം തീയതിത്തെ മലയാള മനോരമ പത്രത്തിന്റെ 2-ാം പേജിൽ വന്നിരുന്നു. ആ വാർത്ത തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ചുള്ളതായിരുന്നു. ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ക്യാൻസർ നിയന്ത്രണ പദ്ധതി കോർപ്പറേഷൻ ഉപേക്ഷിച്ചു. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്: ഹെൽത്ത് ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥനായി ഈ സാമ്പത്തിക വർഷം നടപ്പാക്കാൻ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ച ക്യാൻസർ നിയന്ത്രണ പദ്ധതി കോർപ്പറേഷൻ ഉപേക്ഷിച്ചു. ഈ സാമ്പത്തിക വർഷം നടപ്പാക്കാൻ കഴിയില്ലെന്ന ന്യായം പറഞ്ഞാണ് പദ്ധതി വേണ്ടെന്ന് വച്ചത്. അതായത് ഒരു ക്യാൻസർ നിയന്ത്രണ പദ്ധതി ഈ വർഷം നടപ്പാക്കാനായി തിരുവനന്തപുരം കോർപ്പറേഷൻ തീരുമാനിച്ചത് പൂർണ്ണമായും മാറ്റിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതം ആയിരുന്നു എന്ന് മാത്രമല്ല, ഇത് മുഴുവൻ നുണകളായിരുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം വിശദീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിട്ടിരുന്നു. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: തിരുവനന്തപുരം നഗരസഭ ക്യാൻസർ നിയന്ത്രണ പദ്ധതി ഉപേക്ഷിച്ചു എന്ന തരത്തിൽ മനോരമ പത്രത്തിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണ്. കഴിഞ്ഞ പദ്ധതിയിൽ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് 2 പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് 35 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നത്. അതിൽ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട മാമോഗ്രാം ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയായിരുന്നു. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രചരണ സാമഗ്രികൾ ഉൾപ്പെടെ തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായമാണ് 2ാമത്തെ പദ്ധതി. സ്ത്രീകൾക്കും ജനറൽ വിഭാഗത്തിനുമായാണ് ആ പദ്ധതി. സ്ത്രീകൾക്കുള്ള പദ്ധതിയിൽ നിലവിൽ 1 ലക്ഷം രൂപ ബാക്കിയുണ്ട്. ജനറൽ വിഭാഗത്തിന്റെ പദ്ധതി തുക വിനിയോഗിച്ചു തീർന്നതിനാൽ 10 ലക്ഷം രൂപ ഇതിനായി പ്രത്യേകം വകയിരുത്തിയിട്ടുമുണ്ട്. ക്യാൻസർ നിയന്ത്രണ പദ്ധതി തിരുവനന്തപുരം കോർപ്പറേഷൻ ഉപേക്ഷിച്ചു എന്ന തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിരാലംബരായ ക്യാൻസർ രോഗികളെ ആശയക്കുഴപ്പത്തിലാക്കുകയും അവരുടെ ശാരീരിക വേദനയ്ക്ക് പുറമെ മാനസിക വേദനയ്ക്ക് കൂടി ഇടയാക്കുന്നതാണ്. മറ്റൊന്ന്, തെരുവ് നായ്ക്കളുടെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട 35 ലക്ഷം രൂപയുടെ നഗരസഭാ പദ്ധതിയിൽ വകയിരുത്തിയിരുന്നു. എന്നാൽ കാവ എന്നൊരു NGO 3000-ൽ പരം നായ്ക്കളെ സൗജന്യമായി വാക്സിനേറ്റ് ചെയ്യാൻ സഹായിച്ചതുകൊണ്ട് പദ്ധതിയിൽ നിന്നും 20 ലക്ഷം രൂപ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്തവണ ചെലവാക്കാൻ സാധ്യതയുള്ള തുക മാത്രം വകയിരുത്തിയത്. ABC സെന്ററിന്റെ പദ്ധതി നേരത്തെ തന്നെ നിലവിലുള്ളതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരമുള്ളതിനാൽ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിക്കനുസരിച്ച് മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഈ പദ്ധതി ഉപേക്ഷിക്കുകയോ തുക കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല. വാസ്തവം ഇതായിരിക്കെ തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തയാണ് ഇന്ന് മനോരമ പ്രസിദ്ധീകരിച്ചത്. വളരെ കൃത്യമായി ആര്യ രാജേന്ദ്രൻ അത് ഏതൊക്കെ പദ്ധതികളാണെന്നും അതിൽ എത്ര തുക ചെലവഴിച്ചിട്ടുണ്ടെന്നും എത്ര തുക ബാക്കിയുണ്ടെന്നും ഉൾപ്പെടെ കൃത്യമായ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ഫോൺ കോളിനപ്പുറം ലഭ്യമായിരിക്കുമ്പോഴും അവരോടൊരു വാക്കുപോലും ചോദിക്കാതെ, നഗരസഭാ അധികൃതരോട് ഒന്നും ചോദിക്കാതെ മനോരമ എങ്ങനെ ഇങ്ങനെ ഒരു വാർത്ത നൽകി എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. മനോരമ ഇത്തരം വ്യാജ വാർത്തകൾ ആദ്യമായല്ല നൽകുന്നത്. ഇതിനു മുമ്പും മനോരമയുടെ ഭാഗത്ത് നിന്നും പല വ്യാജ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ വ്യാജ വാർത്തകളുടെ എല്ലാം പൊതു സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ അവയെല്ലാം സംസ്ഥാന സർക്കാരിനെ ലക്ഷ്യമിട്ടുള്ളവയാണെന്ന് നമുക്ക് വ്യക്തമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നവകേരള സദസ്സിന് ഉപയോഗിച്ച ബസ്സിനെ കുറിച്ച് ഇതേ മനോരമ എഴുതി പിടിപ്പിച്ച നിറം പിടിച്ച വ്യാജ വാർത്തകളായി. ആ നിറം പിടിപ്പിച്ച വ്യാജ വാർത്തകൾ എന്തൊക്കെയായിരുന്നു? ആ ബസ്സിൽ പ്രത്യേകം കിച്ചണുണ്ട്, മുഖ്യമന്ത്രിക്ക് ക്യാബിനറ്റ് യോഗം കൂടാനുള്ള സൗകര്യമുണ്ട്, കറങ്ങുന്ന കസേരകളുണ്ട്, അങ്ങനെ എന്തൊക്കെ വ്യാജ വാർത്തകൾ. അവസാനം ബസ് പുറത്തു വന്നപ്പോൾ അതെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞു. അതുപോലെയാണ് ഈ ക്യാൻസർ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് മനോരമ നൽകിയിരിക്കുന്ന വാർത്തയും. അതും തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന്
കാര്യകാരണങ്ങളും വസ്തുതകളും നിരത്തി മേയർ ആര്യ രാജേന്ദ്രൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും മനോരമ ഈ വ്യാജ വാർത്താ നിർമ്മിതി എന്ന പണി അവസാനിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം തിരഞ്ഞെടുപ്പുകൾ വരികയാണ്. സംസ്ഥാന സർക്കാരിനെ കൂടുതൽ അപകീർത്തിപ്പെടുത്താനും ജനങ്ങളുടെ മുമ്പിൽ താറടിക്കാനും മറ്റായുധങ്ങൾ ഇല്ലാതാകുമ്പോൾ ഇത്തരം വ്യാജ വാർത്തകൾ തന്നെയാണ് മനോരമ പോലെയുള്ള മുഖ്യധാര ഇടതുവിരുദ്ധ മാധ്യമങ്ങൾക്ക് ശരണം.